ഈ ഒരു സംഗതി പരിചയപ്പെടുത്താൻ കരുതിയിട്ട് നിർത്തിയതാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ബിൽഡിങ്ങുമ്മിലും ഇതേപോലെ അവിടെ ഒക്കെ ഉണ്ട്. നമ്മളുള്ളത് ഉക്കടം മാർക്കറ്റിന് തൊട്ടടുത്തായിട്ടാണ്. നമ്മൾ തേനിലൊക്കെ കണ്ടിരുന്നില്ലേ ഫ്ലാറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ബാക്കി 1.25 ലക്ഷം രൂപ തവണകളായിട്ട് അടക്കുക എന്നുള്ള രീതിക്ക് അങ്ങനത്തെ ഒരുപാട് ഫ്ലാറ്റുകൾ ഇവിടെ കണ്ടപ്പോൾ പരിചയപ്പെടുത്താൻ തോന്നി. ആ 2 ഫ്ലാറ്റുകൾ കണ്ടപ്പോൾ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഇപ്പുറത്ത് ഇതേപോലെ ഫ്ലാറ്റ്. അതിലും വ്യത്യസ്തമായിട്ട് തോന്നിയത് അതിൻ്റെ ചിത്രപ്പണികളാട്ടോ. അപ്പോൾ കണ്ടിങ്ങനെ സംസാരിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തേനിയിലുണ്ടായിരുന്നില്ലേ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് 1.25 ലക്ഷം രൂപ തവണകളായിട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങനത്തെ ഒരുപാട് ഫ്ലാറ്റുകളുള്ള ഒരു ഏരിയ ഉണ്ടത്. ഇവിടെ നമ്മൾ മാലിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ മാർക്കറ്റ് പരിസരമൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മളെ കേരളത്തിലില്ല എൻ്റെ അറിവിൽ. നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടി. ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെ നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള മെച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കമൻറ്റിലൂടെ അറിയിക്കട്ടാ. കാണുന്ന ഫ്ലാറ്റുകളൊക്കെ അതുപോലെ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാ ഒരുപാടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ അതുപോലത്തെ ഫ്ലാറ്റുകളാണ് കേട്ടോ. മോട്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ടാങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിക്ക് വെള്ളം വന്നതിന് ശേഷം മേലേക്ക് വലിച്ചെടുക്കുകയാണ് തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഈ ബിൽഡിങ്ങുകളൊക്കെ അത് തന്നെയാണ്. ബിൽഡിങ്ങുകളൊക്കെ ഇതുപോലത്തെ ബിൽഡിങ്ങാണ് കേട്ടോ. കുറേ ഉണ്ട്. ഓരോ ബിൽഡിങ്ങുമേലും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളാണ് ഇട്ടുള്ളത്. ഒരു ബിൽഡിങ്ങിൽ അത് അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അത്രയും വലിപ്പമുണ്ട് എന്നുള്ളതാണ്. വെള്ളം നേരെ ടാങ്കിക്ക് വരും. ടാങ്കിൽ നിന്ന് പിന്നെ നേരെ മേലേക്ക് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഓരോരുത്തരും മോട്ടർ വെച്ചിരിക്കണേ. ഒരു ഏരിയയിലെ ജീവിത രീതികൾ ഇതുപോലെ കേട്ടോ. ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ്, അടുപ്പിച്ചാണ്. അതുപോലത്തെ ഒക്കെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പം തന്നെ ആലോചിക്കാമല്ലോ എങ്ങനെയായിരിക്കും ജീവിത രീതികൾ എന്നുള്ളതൊക്കെ. നിങ്ങളൊക്കെ അതുപോലെ റോഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. ഒക്കെ ബിൽഡിങ് മേലക്കുള്ള ഏരിയകളാണ് കൂടുതലും. അതുപോലെ പാലുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമൊക്കെയാണ് ഈ വണ്ടിയിൽ. ഇതുപോലത്തെ റോഡുകളാണ് കേട്ടോ മൊത്തത്തിൽ. സാധനങ്ങൾ കൊണ്ടുപോകണം കണ്ടോളി. പച്ചക്കറി. കോയമ്പത്തൂരിൻ്റെ ഉക്കടം മാർക്കറ്റ് ഏരിയയിലാണ് ഈ ഒരു യാത്ര. കുക്ക് ചെയ്യലെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ പലരും. ഞങ്ങൾ ഇതുപോലെയാണ് കുക്ക് ചെയ്യൽ. റോഡാണ് ഇതുപോലെ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിടും. നല്ല സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സൈഡാക്കിയിടും. ഗ്യാസ് ഇറക്കും, സാധനങ്ങളൊക്കെ ഇതുപോലെ എടുക്കും, ചോറാക്കും, കറി. ഇന്നിപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ട്, മീൻ പൊരിക്കുകയാണ്. പിന്നെ കുക്കറിൽ കറിയും വെക്കും. ഇതാണ് ഏകദേശം ഒരു സിസ്റ്റം കേട്ടോ. നമ്മൾ പൊതുവെ എങ്ങനെയാണ് ചെയ്യൽ. നമുക്കിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഭക്ഷണം കുക്ക് ചെയ്യണ കണ്ടപ്പോൾ പാവം ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. നല്ല വിശന്നിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ.